കോഴിക്കോട് പേരാമ്പ്രയിൽ ഓട്ടോയ്ക്ക് തീയിട്ടു. മഞ്ചേരിക്കുന്ന് മുക്കള്ളിൽ സക്കീറിന്റെ ഓട്ടോയാണ് കത്തിച്ചത്. മറ്റൊരു ഓട്ടോ കത്തിക്കാനും ശ്രമം നടന്നു. ഷക്കീർ എന്ന് പറഞ്ഞ ഒരാളുടെ വാഹനമായിരുന്നു. ആൾ രാത്രി വന്ന് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ നിർത്തിയിട്ട വാഹനം പുലർച്ചെ ഏകദേശം ഒരു 2-2:30 അങ്ങനെ ആണ് ഈ വണ്ടി അവർ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തീയിട്ടത്. സാമൂഹ്യദ്രോഹികളുടെ ഇത്ര അഴിഞ്ഞാട്ടം വളരെ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിച്ച് വേണ്ട നടപടി ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്ത് നിന്നുണ്ടാവും എന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, എന്താണ് ഇങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിക്കാൻ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോകുന്നത്? മുമ്പ് എന്തെങ്കിലും തർക്കങ്ങളോ മറ്റോ അതിന്റെ പിന്തുടർച്ചയാണ് ഈ സംഭവങ്ങളെന്ന് സംശയിക്കുന്നുണ്ടോ അവർ? ഗൂഗിൾ ഇതിന്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഏറെ ദൗർഭാഗ്യകരവുമാണ്. കാരണം പ്രത്യേകിച്ച് ഈ സക്കീർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അസുഖബാധിതയായ ഭാര്യയും അതുപോലെ തന്നെ മകളും അടങ്ങുന്ന ഒരു കുടുംബത്തെ മൊത്തം പോറ്റുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോയാണ് ഇന്നലെ രാത്രി അഗ്നിക്കിരയാക്കിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ മറ്റൊരു ഓട്ടോ കൂടി അഗ്നിക്കിരയാക്കാനുള്ള ഒരു ശ്രമം നടത്തി. കളറിപ്പറമ്പിൽ അതുൽ രാജിന്റെ ഓട്ടോയാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു 2 മണിയോട് കൂടിയിട്ടാണ്. ആ ഘട്ടത്തിൽ ഈ പുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ ശബ്ദമൊക്കെ കേട്ടിട്ട് നാട്ടുകാരാണ് ആദ്യം തന്നെ ഈ സംഭവം അറിയുന്നത്. അവർ പുറത്തു വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഓട്ടോ നിന്ന് കത്തുന്നത് കാണുന്നത്. തുടർന്ന് ഫയർഫോഴ്സിനെയും ഒപ്പം തന്നെ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ 2 ഓട്ടോകളും നിർത്തിയിട്ട സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഇത്തരത്തിൽ തീയിട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഏറെ പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമാണ്. ഒരു കുടുംബത്തിന്റെ അന്നം മുട്ടിക്കുന്ന നടപടിയാണ് എന്തായാലും ആരാണ് ചെയ്തതെങ്കിലും. ശരി, ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.